CCTV റൂമിൽ പരിശോധന നടത്തുകയാണ്. പക്ഷേ ഇതുവരെയും ആ കുട്ടി കന്യാകുമാരിയിൽ വന്നിറങ്ങിയതിന് ഒരു തെളിവും പോലീസിന്, സ്ഥിരീകരണവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കന്യാകുമാരി കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം പോരാ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ഈ വാർത്തയിലേക്ക് വളരെ വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. എന്ന് കരുതാൻ സാധിക്കുമോ? പോലീസ് ആ തരത്തിലും അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഭവ്യ, തീർച്ചയായും. അതായത് ഭവ്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടുന്നുണ്ട്. പക്ഷെ ഒരു സാധ്യത മാത്രമാണ് ഇത്തരത്തിൽ സഹോദരൻ വാഹിദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു സാധ്യത മാത്രമാണുള്ളത്. അത് തള്ളിക്കളയാതിരിക്കുന്നതിന് വേണ്ടി, അതൊരു രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി ബന്ധപ്പെട്ടിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാഹിദുമായി അല്പസമയത്തിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് വാഹിദ് നൽകിയിട്ടുള്ളത്, പക്ഷേ കുട്ടി അവിടേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട്, അതായത് വാഹിദിനുമായി അടക്കമുള്ള കാര്യത്തേക്ക് ഒരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ വാഹിദുമായി കുടുംബത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന തസ്മിദിനോ ഒന്നും തന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ മൊബൈൽ ഫോൺ കൈ നൽകിയിട്ടാണ് പോകുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റ് ദൃശ്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി, കാർട്ടൂൺ അടക്കമുള്ള പരിപാടികൾ കാണുന്നതിന് വേണ്ടി ഇത് നൽകിയിട്ടാണ് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നത്. ആ സമയത്തൊക്കെ തന്നെ ഇത്തരത്തിൽ നമ്പർ വലവും എടുത്ത് വാഹിദുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള സാധ്യതകൾക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് വാഹിദുമായി പോലീസ് സംസാരിച്ചത്. ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം വലിയ സ്റ്റേഷനാണ്, നിരവധി ആളുകൾ എത്തുന്ന സ്റ്റേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ക്യാമറകളുണ്ട് ആ ഭാഗത്ത്. ആ ക്യാമറകളെല്ലാം ഒന്നൊന്നായി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. 5-ഓടുകൂടി കുട്ടി പുറത്തേക്ക് ഇറങ്ങിയെന്നാണ്, ആ ബീച്ച് റോഡിലേക്ക് ഇറങ്ങി വരുന്നതായി കണ്ടു എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നും കാണാതായ 13 വയസ്സുകാരി തസ്മിദ് എവിടെ എന്ന അന്വേഷണം, അതിന്റെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കന്യാകുമാരിയിലേക്ക് കുട്ടി എത്തിയിട്ടുണ്ടാകാം, കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ടാകാം, ട്രെയിനിൽ പോയ കുട്ടി എന്നാണ് ഇതുവരെയും പോലീസ് കരുതിയിരുന്നത്. കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം കൂടുതലായും നടന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വി അരുൺ കന്യാകുമാരിയിൽ നിന്ന് നൽകുന്നത് ഇതാണ്. കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളോ മറ്റ് തെളിവുകളോ സ്ഥിരീകരണമോ ഒന്നും പോലീസ് നൽകുന്നില്ല എന്നുള്ളതാണ്. അവിടെ എത്തിയതിന്റെ ഒരു ബാക്കിയുള്ള ക്യാമറ മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. CCTV ക്യാമറകൾ, റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞു എന്നാണ്. ഒരു ക്യാമറ കൂടിയേ ബാക്കിയുള്ളൂ എന്നാണ് നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയെങ്കിൽ കന്യാകുമാരിയിലാണോ കുട്ടി ഇറങ്ങിയത് എന്നതിന് സ്ഥിരീകരണമില്ല. അതിന് ആ ഓട്ടോ ഡ്രൈവർ അവിടെ കണ്ടു എന്ന് പറയുന്ന ഒരു മൊഴി മാത്രമാണ്, അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞ ആ വാക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നുമില്ല. അത് അത്രത്തോളം വ്യക്തതയില്ലാത്ത മൊഴിയാണ്. ഇങ്ങനൊരു കുട്ടിയെ കണ്ടു എന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ് പറഞ്ഞത്. ബീച്ച് സൈഡിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ തന്നെ തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇന്നലെ 10 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കുട്ടിയാണ്. ആകെ കയ്യിലുണ്ടായിരുന്നത് 40 രൂപയാണ്. മറ്റ് ഒന്നും തന്നെ തസ്മിദ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തസ്മിദിനെ അവസാനമായി കണ്ടു എന്ന് പറയുന്നത് ബബിത എന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ തന്നെ ബബിതയ്ക്ക് ഒരു സംശയം തോന്നുകയും തസ്മിദ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ഒരു ചിത്രം പകർത്തുകയും ചെയ്തു. ആ ചിത്രമാണ് ഏറ്റവും ഈ കേസിൽ നിർണായകമാകുന്നതും. ആ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നതും. തസ്മിദിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ അറിയിക്കുക എന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും വേഗം തസ്മിദിനെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. 13 വയസ്സേയുള്ള ചെറിയ പെൺകുട്ടിയാണ്. വീട്ടിൽ നിന്നും അമ്മയോട് പിണങ്ങി ഇറങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഒരു കരുതലോടെയും അല്ല പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഭാഷ അറിയില്ല എന്ന മറ്റൊരു കാര്യമുണ്ട്. കൂടുതൽ ദൂരമൊന്നും ഒറ്റയ്ക്ക് സഞ്ചരിച്ച് പരിചയമുള്ള കുട്ടിയല്ല. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തസ്മിദ് എവിടെ പോയി എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഈ നെയ്യാറ്റിൻകര വരെ
ട്രെയിനിലുണ്ടായിരുന്നു എന്ന് ബബിത പറയുമ്പോൾ അതിനുശേഷം 3 സ്റ്റേഷനുകളാണ് കന്യാകുമാരിയിലേക്കുള്ളത്. ആ 3 സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ, തസ്മിത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ആശങ്ക അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ഈ കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയതിന് ഒരു തെളിവും പോലീസിന്റെ പക്കലില്ല. CCTV-കൾ മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞു, പക്ഷേ അതിലൊന്നും തസ്മിത് പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇതിനിടയിലുള്ള 3 സ്റ്റേഷനുകളുണ്ട്, കുഴിത്തുറയടക്കം. അവിടെയൊക്കെ ഈ CCTV പരിശോധനകൾ എന്തെങ്കിലും നടക്കുന്നതായി നമുക്ക് വിവരങ്ങളുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അശ്വതി, കുഴിത്തുറയും ഇരണിയിലും അതോടൊപ്പം തന്നെ നാഗർകോവിൽ സ്റ്റേഷനുകളാണ് നെയ്യാറ്റിൻകര കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ. ഇവിടെ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ നാഗർകോവിൽ ഇറങ്ങാനുള്ള സാധ്യത. നാഗർകോവിൽ ഇറങ്ങിയാൽ ഒരുപക്ഷെ വീണ്ടും വീട്ടിലേക്ക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വീട്ടിലേക്ക് തിരികെ വരണമെന്ന് കുട്ടി ആഗ്രഹിക്കുകയും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനിലേക്ക് കയറിയാൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല അവിടെ നിന്ന് വഴി തുടങ്ങുന്നത്, മധുരയിലേക്ക് കൂടി നാഗർകോവിൽ നിന്ന് മറ്റൊരു വഴി പോകുന്നുണ്ട്. കുട്ടി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എന്ന നിലയ്ക്ക് കരുതി കയറുകയും അതൊരു പക്ഷേ മധുരയിലേക്കുള്ള ട്രെയിനായാൽ ആ വഴിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ നാഗർകോവിൽ ഭാഗത്തിറങ്ങിയാൽ അവിടെ ആ പരിസരത്ത് എവിടെയെങ്കിലും കുട്ടി ഉണ്ടാകണം. അവിടെ CCTV ക്യാമറകൾ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയുള്ള ടാക്സി ഓട്ടോ ഡ്രൈവർമാരുടെയും മറ്റ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ ജീവനക്കാരുടെയൊക്കെയും മൊഴികളും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വളരെ നിർണായകമാകും. ഈ കേസിൽ നമുക്ക് ഒരു സാധ്യത പറയാൻ കഴിയുന്നത് കുട്ടി ട്രെയിനിൽ നടത്തിയ അല്ലെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റം തന്നെയാണ്. കാരണം കുട്ടി കരയുകയും അതിൽ ഒരു അസ്വാഭാവികത തോന്നിയാണ് ബബിത എന്ന യാത്രക്കാരി ഈ ചിത്രം പകർത്തുകയും ചെയ്തത്. അതായത് കുട്ടി ഒരു പതർച്ചയിലായിരുന്നു. 13 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ദൂരം ഒറ്റയ്ക്ക് പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കൂടുതൽ ദൂരത്തേക്ക് മറ്റാരെങ്കിലും, ഇപ്പോൾ സഹോദരൻ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് പറയുന്നു, ആ നിലയ്ക്ക് തിരഞ്ഞു പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ട്രെയിൻ യാത്ര ഒരു പരിധി കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടി കരയുകയും കുട്ടി ഭയപ്പാട് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു അരക്ഷിത ബോധമുണ്ട്. ആ അരക്ഷിത ബോധം കുട്ടിയെ വേട്ടയാടി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ കുട്ടി വളരെ ധൈര്യത്തോടു കൂടി കൂടുതൽ യാത്ര ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞു പോയ സ്റ്റേഷനുകൾ ഒരുപക്ഷെ തിരികെ വീട്ടിലേക്ക് കുട്ടി വരാൻ ആഗ്രഹിച്ചെങ്കിൽ അങ്ങനെ ട്രെയിനിൽ കയറാനുള്ള സാധ്യത. കന്യാകുമാരി പൂനെ ട്രെയിനിൽ നേരത്തെ പോലീസ് പരിശോധന നടത്തി. അല്പസമയം കഴിയുമ്പോൾ മറ്റൊരു ട്രെയിൻ കൂടി കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം വഴി പോകുന്ന ട്രെയിനുണ്ട്. കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ആ ട്രെയിനിലും പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനുകളിലും ഈ തരത്തിൽ പരിശോധന നടത്തും. ഇതുകൊണ്ട് മാത്രമായില്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാത്രമല്ല ട്രെയിൻ പോകുന്നത്. അവിടെ നിന്ന് മധുരയിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. മധുരയിലേക്ക് പോകുന്ന ട്രെയിൻ ഒരുപക്ഷെ അവിടെ എത്തി കുട്ടി മറ്റേതെങ്കിലും ട്രെയിനിൽ മാറിക്കയറിയാൽ ചെന്നൈ പോലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കും മറ്റിടങ്ങളിലേക്ക്, ട്രിച്ചിയിലേക്കോ അല്ലെങ്കിൽ രാമേശ്വരത്തേക്കോ ഒക്കെ പോകുന്ന പല വഴികളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകളുണ്ട്. അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ദീർഘദൂര സർവീസുകളുണ്ട്. അതിലൊക്കെ കുട്ടി കയറാനുള്ളൊരു സാധ്യത. അപ്പോഴും ഒരു പ്രത്യാശ നൽകുന്നത് കുട്ടിക്ക് ഭയമുണ്ടായിരുന്നു, ഒരു അരക്ഷിത ബോധം കുട്ടിയെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രെയിനിൽ കരയാനുള്ള ഒരു സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ. 13 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. അസം സ്വദേശികളുടെ കുഞ്ഞാണ്. മറ്റ് ഭാഷകൾ വശമില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിലിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നത് തന്നെയാണ് പരമപ്രധാനമായുള്ളത്. കന്യാകുമാരിയിൽ നടത്തിയ പരിശോധന, അതിപ്പോൾ നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ പോലീസിൻ്റെ CCTV-കൾ, അവിടെയുള്ള കൺട്രോൾ റൂമിലെ CCTV-കൾ പരിശോധിക്കുമ്പോൾ ഇതുവരെയും പ്രത്യേകിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ടുവന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി, അതും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന കാര്യമാണ് പോലീസ് പറയുന്നത്. എങ്കിൽ തന്നെയും നാഗർകോവിലും കന്യാകുമാരിയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ, അതിന് മുൻപുള്ള 3 സ്റ്റേഷനുകൾ തിരികെ വരാനുള്ള സാധ്യത. തിരികെ വരുമ്പോൾ ഒരുപക്ഷെ മധുരയിലേക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിൽ അബദ്ധവശാൽ കുട്ടി കയറാനുള്ള സാധ്യത, ഇതെല്ലാം തന്നെയുണ്ട്. മാത്രവുമല്ല, കന്യാകുമാരിയിൽ ഉണ്ടെങ്കിൽ അവിടെ റെയിൽവേ ലൈൻ അവസാനിക്കുകയാണ്. അതിനുശേഷം ബീച്ചിലേക്കോ മറ്റോ നടന്നു പോകാനുള്ള സാധ്യത. ഇതെല്ലാം പരിശോധിക്കണം. കുട്ടി അവിടെ സുരക്ഷിതയാണോ എന്ന കാര്യം കൂടി വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് പോലീസിൻ്റെ പരിശോധന വളരെ വേഗം
വ്യാപകമായി പ്രാദേശികമായി കന്യാകുമാരി കേന്ദ്രീകരിച്ച് വളരെ വേഗത്തിൽ നമുക്ക് പല കേസുകളിലും നമ്മൾ പറയുന്നത് പോലെ ഈ ഗോൾഡൻ അവർ എന്ന ഒരു പ്രയോഗം അത് വളരെ നിർണായകമാണ് ഈ കാര്യത്തിൽ. ഈ ആദ്യത്തെ മണിക്കൂറുകൾ അത് പാഴാകാതെ പരമാവധി തെളിവുകൾ, സാഹചര്യ തെളിവുകളും ഇതുവരെയുള്ള മൊഴികളും അടിസ്ഥാനമാക്കി വളരെ പെട്ടെന്ന് ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അശ്വതി, അതാണ് കുട്ടി എന്തായാലും കന്യാകുമാരിയിൽ ഇറങ്ങിയതിന് തെളിവുകളൊന്നും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എങ്ങോട്ട് പോയി, ഇടയ്ക്കുള്ള ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ഇറങ്ങിയോ? ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചല്ലാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഈ 3 സ്റ്റേഷനുകളിൽ എവിടെയെങ്കിലും ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാകും, തെരച്ചിലിനെ അത് ബാധിക്കും. ചെറിയ കുട്ടിയാണ്. നിരവധി ഇത്തരത്തിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികതയൊന്നും തോന്നാൻ വഴിയില്ല. ഇങ്ങനെ ഒരു കുട്ടി നടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ബാഗുമായിട്ടൊക്കെ നടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു അസ്വാഭാവികത തോന്നാൻ ഇടയില്ല. ബബിതയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം ഈ കരച്ചിൽ തന്നെയാണ്. കരഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബബിതയ്ക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്താണ് പ്രശ്നമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദേഷ്യഭാവത്തിലോ അല്ലെങ്കിൽ ഒരു വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ബബിത സംസാരിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിനോദെ, ഈ ബബിതയല്ലാതെ ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികർ ആരെങ്കിലുമൊക്കെ ഇതുവരെയും അധികാരികളെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു ട്രെയിൻ ആകുമ്പോൾ എത്രയോ ആളുകൾ ആ ബോഗിയിൽ ഉണ്ടാകും, പക്ഷെ ആരുടെയും കണ്ണിൽ തസ്മിത് പെട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ മാധ്യമങ്ങളടക്കം ഈ വാർത്ത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, പോലീസ് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലടക്കം ഈ കാർഡ് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു തസ്മിത് എവിടെയെന്നുള്ള. അപ്പോഴും ആ ബോഗിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആരും ഈ തസ്മിതിനെ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ ആശങ്കയുണ്ടാവുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഉയരുകയാണ്. അശ്വതി, നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. കന്യാകുമാരിയിൽ നിന്നുള്ള അടുത്ത ട്രെയിൻ വരുന്നത് ഈ പ്ലാറ്റ്ഫോമിലേക്കാണ്. കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ് അടുത്ത ട്രെയിൻ. അതായത് കന്യാകുമാരി ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന അടുത്ത ട്രെയിൻ ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഉള്ള ഒരു പരിശോധന പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും ഒക്കെയും റെയിൽവേ പോലീസിൻ്റെയും ഒക്കെയും പരിശോധനയ്ക്കുള്ള സാധ്യത അടുത്ത ട്രെയിൻ വരുമ്പോഴാണ്. ഒരുപക്ഷെ കുട്ടി തിരികെ സഞ്ചരിക്കാനുള്ള സാധ്യത ഇത് മുന്നിൽ കണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ വീട്ടിലേക്ക് മടങ്ങാൻ കുട്ടി ആഗ്രഹിക്കുകയും കന്യാകുമാരി ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നാഗർകോവിൽ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്ത് കൂടി സഞ്ചരിക്കുന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറാനുമുള്ള സാധ്യത അത് മുന്നിൽ കണ്ടാണ് ഇവിടുത്തെ പരിശോധനയ്ക്കുള്ള തീരുമാനമെടുത്തത്. നേരത്തെ ഒരു ട്രെയിൻ പരിശോധിച്ചെങ്കിലും കാര്യമായ എന്തെങ്കിലും സൂചനയോ തുമ്പോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ഇവിടേക്ക് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും 2 ട്രെയിനുകളുണ്ട്. ഇതെല്ലാം തന്നെ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഗർകോവിൽ വരെ കുട്ടി എത്തുകയും അവിടെ നിന്നോ അല്ലെങ്കിൽ കന്യാകുമാരി എത്തുകയും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഭാഗത്തേക്ക് മാത്രമല്ല വരാനുള്ള സാധ്യത, മധുരയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നാഗർകോവിൽ നിന്ന് വഴി 2ആയി തിരിയുന്നുണ്ട്. ആ ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ മധുര എത്തുന്നതിന് മുൻപ് തന്നെ നിരവധി സ്റ്റേഷനുകളുണ്ട്, പ്രധാനപ്പെട്ട നിരവധി സ്റ്റേഷനുകളുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലം തൻ്റെ നാട് പോലെ തോന്നുകയോ അവിടെ കുട്ടി ഇറങ്ങാനോ ഒക്കെയുമുള്ള സാധ്യത അത് പരിശോധിക്കണം. മധുരയിലെത്തിയാൽ പിന്നീട് പല വഴി സഞ്ചരിക്കാനുള്ള അവിടെ നിന്ന് നിരവധി സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ പോകുന്നുണ്ട്. ആ നിലയ്ക്ക് മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കോ രാമേശ്വരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെയും ട്രെയിനുകളുണ്ട്. നിരവധി ട്രെയിനുകൾ പുറപ്പെട്ടു പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിനുകൾ പോകുന്ന ഒരു വലിയ സ്റ്റേഷനാണ് മധുര. അതുകൊണ്ട് തന്നെ അവിടെ എത്താനുള്ള സാധ്യത അതുകൂടി മുന്നിൽ കണ്ട് വിപുലമായ ഒരു അന്വേഷണം, മാത്രവുമല്ല കന്യാകുമാരിയിലെ അന്വേഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കുട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന ചില മൊഴികൾ ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. അവ്യക്തത ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ആ ട്രെയിൻ സഞ്ചരിച്ച് തീരുന്നത് വരെ അതിലിരിക്കാൻ കുട്ടി തയ്യാറാവുകയും അല്ലെങ്കിൽ അങ്ങനെ ട്രെയിനിൽ നിന്ന് അതിനു മുൻപ് ഇറങ്ങാതിരിക്കുകയും അവിടെ ട്രെയിൻ അവസാനിക്കുന്നിടത്ത് കുട്ടി ഇറങ്ങുകയും ചെയ്തെങ്കിൽ കുട്ടി അവിടെ നിന്ന് നടന്നു പോകാനുള്ള സാധ്യതയാണ്. ആ പരിസരത്തേക്കും
ബീച്ചിലേക്കോ അല്ലെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷന് അടുത്ത് നിന്ന് മറ്റ് സമീപ സ്ഥലങ്ങളിലേക്കോ ഒക്കെ നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയും വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. 13 വയസ്സുള്ള പെൺകുട്ടിയാണ്, അസമയത്ത് അവിടെ കണ്ടു എന്നുള്ള ചില മൊഴികളുണ്ട്. അതുകൊണ്ട് വളരെ കാര്യമായ CCTVകളെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള മൊഴികൾ ഗൗരവത്തിലെടുത്തുകൊണ്ടുള്ള സാഹചര്യ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ടുള്ള വിപുലമായ അന്വേഷണത്തിലേക്ക് പോകണം. ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. സമാന്തരമായി തന്നെ പുറത്ത് അന്വേഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. മാത്രവുമല്ല, നെയ്യാറ്റിൻകര മുതൽ നാഗർകോവിൽ വരെ അതിനിടയിൽ ഈ ഉള്ള ഇരണിയിലും കുഴിത്തുറയും അടക്കമുള്ള സ്റ്റേഷനുകൾ, ആ പ്രദേശങ്ങളിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും സംയുക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് വളരെ വേഗത്തിൽ കുട്ടിയെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് സ്പീഡിൽ വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ഗോൾഡൻ അവർ പല കേസുകളിലും നമ്മൾ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഗോൾഡൻ അവർ. അതായത് ഒരു സംഭവം നടന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകൾ, ആ മണിക്കൂറുകളിൽ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്